അപകട മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിൽ മുതലപ്പുഴയിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് ഉപരോധം തുടരുന്നു. കളക്ടർ നേരിട്ടെത്തണം എന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അതേസമയം തമിഴ്നാട്ടിൽ നിന്നും ഡ്രഡ്ജർ എത്തിക്കുമെന്നും 4 ദിവസത്തിനുള്ളിൽ മണൽ നീക്കുമെന്നും ഫിഷറീസ് ഡയറക്ടർ അബ്ദുൽ നാസർ IAS അറിയിച്ചു. ടിൻഡു ദാസ് ചേരുന്നു വിവരങ്ങളുമായി. ടിൻഡു, മുതലപ്പുഴയിൽ അപകട മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിലുള്ള പ്രതിഷേധം, റോഡ് ഉപരോധം ഇപ്പോഴും തുടരുകയാണ്. കളക്ടർ നേരിട്ടെത്തണം എന്നാണ് നിലവിൽ പ്രതിഷേധക്കാരുടെ ആവശ്യം. എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് 4 ദിവസത്തിനുള്ളിൽ മണൽ നീക്കാം എന്ന് ഫിഷറീസ് ഡയറക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിക്കാനുള്ള നീക്കം എന്തെങ്കിലും കാണുന്നുണ്ടോ? ഞങ്ങൾ താൽക്കാലികമായി ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാം. സാറിന്റെ വാക്കുകൾ കാരണം സാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഇന്നത്തേക്ക് സമരം അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ചൊവ്വാഴ്ച ഫിഷറീസ് ഡയറക്ടർ ഇത്തരത്തിൽ ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടെ എത്തിച്ച് മണൽ നീക്കം ചെയ്യാമെന്നാണ് അറിയിച്ചത്. ചൊവ്വാഴ്ച ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിയില്ല എങ്കിൽ ബുധനാഴ്ച മുതൽ സമരവുമായി മുന്നോട്ട് പോകുന്ന തീരുമാനം. ഞങ്ങൾ ബുധനാഴ്ച സാറിന് നേരിൽ ഞങ്ങൾ അവിടെ കാണും. അല്ല, ഞങ്ങൾ ഹൈവേ മുതൽ സെക്രട്ടേറിയറ്റ് സാർ 25,000 പേരൊക്കെ ഞങ്ങൾ നിമിഷം കൊണ്ടുണ്ടാക്കി അവിടെ വരും. മനസ്സിലായില്ലേ? പിന്നെ സാറിനോട് കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഫിഷറീസിൽ പ്രത്യേകം അറിയിക്കേണ്ടതാണ്. ഇവിടെ ഈ നേരത്തെ നമ്മുടെ ബിനു പീറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാറ്റിലോ ഒഴുക്കിലോ ഒക്കെ മാറി കുറച്ച് കരയ്ക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബാഗിലേക്ക് SP ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. അവരെ പിടിച്ചുകൊണ്ടൊന്ന് 2.5 ലക്ഷം അടിച്ചു കൊടുക്കുന്നു. അങ്ങനെ കോടികൾ നിങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട്. വെറുതെ കിടന്നാലും ശരി, ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താൽ അവർക്ക് ഫൈൻ അടിക്കുന്ന ആ സംവിധാനം ഞങ്ങൾ ഈ അവസരത്തിൽ പറയുന്നതല്ല. സാധുക്കളാണ്, പാവങ്ങളാണ്, കൂടുതൽ ദ്രോഹിക്കാൻ നിൽക്കരുത്. ഈ ദ്രോഹം ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റില്ല. അത് പ്രത്യേകം നിങ്ങളുടെ സാറിൻ്റെ ഒരു ഇതിലെടുക്കണം. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു, സാർ പറഞ്ഞ എല്ലാ ബഹുമാനവും ഞങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾ ഇപ്പോഴും 4 ദിവസത്തെയും പിന്മാറുന്നു. 4-ാം ദിവസം ഞങ്ങൾ വളരെ ശക്തിയായിട്ട് നിങ്ങളോട് ഞങ്ങൾ വരും. ഞങ്ങൾ ഈ ഹൈവേ മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഞങ്ങൾ വളയും. അതിലൊരു സംശയമില്ല. ഓക്കെ, ഇനി താൽക്കാലികമായിട്ട് ഈ സമരത്തിൽ നിന്നും പിന്മാറുകയാണ്. ചൊവ്വാഴ്ച വീണ്ടും ഇത്തരത്തിൽ സമരവുമായിട്ട് ചൊവ്വാഴ്ച ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിയില്ല എങ്കിൽ ബുധനാഴ്ച മുതൽ ശക്തമായ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകും. സെക്രട്ടേറിയറ്റിലേക്ക് സമരം മാറ്റുമെന്നാണ് ഇപ്പോൾ സമരസമിതി അറിയിച്ചിട്ടുള്ളത്. ഫിഷറീസ് ഡയറക്ടർ അബ്ദുൽ നാസറുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് താൽക്കാലികമായിട്ട് സമരത്തിൽ നിന്നും പിന്മാറാനായിട്ട് മത്സ്യത്തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചൊവ്വാഴ്ചയോടെ ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടെ എത്തി മണൽ നീക്കത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഫിഷറീസ് ഡയറക്ടർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഈ വിഷയം സഭയിൽ ഉൾപ്പെടെ വന്നതോടെയാണ് ഫിഷറീസ് ഡയറക്ടറെ നേരിട്ട് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്താനായി മന്ത്രി അറിയിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിഷറീസ് ഡയറക്ടർ ഇവിടെ എത്തി മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിച്ചത്. ചൊവ്വാഴ്ചയോടുകൂടി ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മണൽ നീക്കം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഫിഷറീസ് ഡയറക്ടർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും സമരം താൽക്കാലികമായി ഇന്നത്തേക്ക് അവസാനിക്കുകയാണ്. റോഡ് ഉപരോധമായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. സമരം ഇന്നത്തേക്ക് അവസാനിക്കുന്നുവെങ്കിലും ഡ്രഡ്ജിംഗ് യന്ത്രം എത്തി മണൽ നീക്കം നടത്തിയില്ല എങ്കിൽ, മുതലപ്പുഴയിലെ മണൽ നീക്കം നടത്തിയില്ല എങ്കിൽ വീണ്ടും സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. രോഹിണി.